ഇടുക്കി ജില്ലയെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ച ദുരന്തം. രാവിലെ ഏകദേശം 9 മണിയോടുകൂടി നെടുങ്കണ്ടത്തിന് സമീപമുള്ള റെജിയുടെ വീട്ടിലേക്ക് സഹോദരി സിനി എത്തിയ സമയത്തായിരുന്നു വീട് പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്ന കാഴ്ച കണ്ടത്. സഹോദരങ്ങളായ സജിയെയും റെജിയെയും മാതാവായ മേരിക്കുട്ടിയെയും അവിടേക്ക് അന്വേഷിച്ചെങ്കിലും അവിടെയെങ്ങും അവരെ ആരെയും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അയൽവാസികളോട് അവരെക്കുറിച്ച് സിനി തിരക്കുകയും ചെയ്തു. അയൽവാസിയായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ സമയത്തായിരുന്നു അയാൾക്ക് തോന്നിയ ചില സംശയങ്ങൾ സിനിയെ അറിയിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേരിക്കുട്ടിയെയും അവരുടെ മൂത്ത മകൻ റെജിയെയും അവിടെയെങ്ങും കാണാനില്ല. സാധാരണയായി റെജി ചെയ്യാറുണ്ടായിരുന്ന ജോലികളൊക്കെ ഇപ്പോൾ ഇളയ സഹോദരനായ സജിയാണ് ചെയ്യാറുള്ളത്. പക്ഷാഘാതം വന്നതുകൊണ്ട് തന്നെ മേരിക്കുട്ടിയെ സ്ഥിരമായി ആ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുള്ളത്. എന്നാൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ടും മേരിക്കുട്ടിയെ ഇതുവരെയും പുറത്ത് കാണുകയോ ഹോസ്പിറ്റലിൽ പോകണമെന്ന് അവരാവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ഏറ്റവും ഇളയ സഹോദരനായ സജിയുടെ കല്യാണം വിളിക്കുന്നതിനായി സഹോദരനായ റെജിയും അമ്മയും ചേർന്ന് ടൗണിലേക്ക് പോയിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ 2 തവണയും ഓട്ടോറിക്ഷ ഡ്രൈവർ മേരിക്കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ വീട്ടിലെത്തിയപ്പോൾ സജി പറഞ്ഞിരിക്കുന്നത്. അത് മാത്രവുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിനി ഫോൺ വിളിക്കുമ്പോൾ അമ്മയും അതുപോലെ തന്നെ മൂത്ത സഹോദരനും ഫോൺ എടുക്കാറുമില്ല. സിനി അയൽവാസികളോട് വിവരങ്ങൾ തിരക്കുന്നതിനിടയിലായിരുന്നു ഇളയ സഹോദരനായ സജി അവിടേക്ക് എത്തിയത്. സിനി ഉടൻ തന്നെ സജിയോട് മൂത്ത സഹോദരനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും തിരക്കിയെങ്കിലും അമ്മയും ചേട്ടനും തന്നോട് വഴക്കുണ്ടാക്കി അവിടെ നിന്നും പളനിയിലേക്ക് പോയിരിക്കുകയാണെന്നാണ് സജി സിനിയെ അറിയിച്ചത്. സംശയം തോന്നിയ സിനി വീടിനുള്ളിലേക്ക് കയറി മേരിക്കുട്ടിയുടെ മുറി പരിശോധിച്ചപ്പോൾ മേരിക്കുട്ടിയുടെ വസ്ത്രങ്ങളൊക്കെ ആ മുറിയിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമായി. റെജിയുടെ മുറിയിലും സിനി പരിശോധന നടത്തിയപ്പോൾ അയാളുടെ വസ്ത്രങ്ങളും ബാഗുമൊക്കെ ആ മുറിയിൽ തന്നെ ഉണ്ടെന്ന് വ്യക്തമായി. വസ്ത്രങ്ങളും ബാഗും ഒന്നും എടുക്കാതെ അമ്മയും സഹോദരനും പളനിയിലേക്ക് എന്തിനു പോയി എന്ന് സംശയം തോന്നിയ സിനി അക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും നെടുങ്കണ്ടത്തുള്ള തന്റെ വീട്ടിലെത്തി ഭർത്താവ് രാജു ചാക്കോയോട് വിവരം പറയുകയും ചെയ്തു. വിവരങ്ങൾ കേട്ടപ്പോൾ തന്നെ സംശയം തോന്നിയ രാജു സിനിയെയും കൂട്ടി തൊട്ടടുത്തുള്ള സ്റ്റേഷനിലെത്തി ഉടൻ തന്നെ ഒരു പരാതി നൽകി. നെടുങ്കണ്ട സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടുകൂടി പോലീസ് സംഘം റെജിയുടെ വീട്ടിലേക്കെത്തി ഒരു അന്വേഷണം നടത്തി. റെജിയുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഇളയ സഹോദരനായ സജി ഉണ്ടായിരുന്നു. സഹോദരനും അമ്മയും ചേർന്ന് തന്റെ വിവാഹം വിളിക്കുന്നതിനായി തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് സജി പോലീസുകാരെ അറിയിച്ചു. പോലീസ് സംഘം ഉടൻ തന്നെ വീടിനുള്ളിലേക്ക് കയറി ഒരു തിരച്ചിൽ നടത്താൻ ആരംഭിച്ചതോടുകൂടി സജി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ടടുത്തുള്ള പറമ്പിലൂടെ അതിവേഗത്തിൽ കടന്നു പോകുന്നത് ഒരു പോലീസുകാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സജിയുടെ കൈവശം ഒരു ബാഗ് കൂടി കണ്ടതോടുകൂടി പോലീസ് സംഘത്തിന് സംശയം തോന്നുകയും സജിക്ക് പിന്നാലെ പോലീസുകാർ പോകാൻ ശ്രമിച്ചെങ്കിലും അയാൾ ഏലക്കാട്ടിനുള്ളിലേക്ക് ഓടി മറയുകയും ചെയ്തു. അയൽവാസികളെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ അയാൾക്ക് തോന്നിയ സംശയങ്ങളൊക്കെ പോലീസുകാരെ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ 3 ആഴ്ചകളിലായി മേരിക്കുട്ടിയെയും മൂത്ത മകനെയും ആ പ്രദേശത്തെങ്ങും കണ്ടിട്ടില്ല. ഇതിനോടകം 2 തവണയെങ്കിലും മേരിക്കുട്ടിയെ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. മേരിക്കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഓട്ടോറിക്ഷ ഡ്രൈവർ 2 തവണ ആ വീട്ടിലേക്ക് എത്തിയെങ്കിലും മേരിക്കുട്ടിയെ അവിടെയെങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സമയത്തൊക്കെ സജി തന്റെ വിവാഹം വിളിച്ച് ആ പ്രദേശത്തൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സജിയും മൂത്ത സഹോദരൻ റെജിയും തമ്മിൽ പലപ്പോഴും വാക്കുതർക്കവും വഴക്കുമൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കല്യാണം വിളിക്കാൻ സജി സ്വന്തമായി തന്നെയാണ് പോകാറുള്ളത്. സജി അങ്ങനെ ആളുകളെയൊക്കെ വിവാഹം വിളിക്കുന്നതിനിടയിലായിരുന്നു സജിയുടെ വിവാഹ തീയതി ഒരാഴ്ച കൂടി മുൻപോട്ട് നീക്കിവെച്ചു എന്ന് സജി ആളുകളെയൊക്കെ അറിയിച്ചത്. ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ തനിക്ക് തോന്നിയ മുഴുവൻ സംശയങ്ങളും പോലീസുകാരെ അറിയിച്ചു. വിവാഹം ക്ഷണിക്കുന്നതിനായി തമിഴ്നാട്ടിൽ തങ്ങൾക്ക് പറയത്തക്ക ബന്ധുക്കൾ ആരും തന്നെ ഇല്ല എന്ന് സജിയുടെ സഹോദരി സിനി പോലീസുകാരെ അറിയിക്കുകയും ചെയ്തു. അതോടുകൂടി പോലീസുകാരുടെ സംശയവും വർദ്ധിച്ചു. പോലീസ് സംഘം വിവരമറിയിച്ചതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരുമൊക്കെ റെജിയുടെ വീട്ടിലേക്ക് എത്തി. സംഭവസ്ഥലത്തെത്തിയ വിദഗ്ധരടങ്ങുന്ന സംഘം സജിയുടെ വീടിനുള്ളിലേക്ക് കയറി പരിശോധന ആരംഭിച്ചു. വീടിനകത്തും പുറത്തുമൊക്കെ വിദഗ്ധരടങ്ങുന്ന സംഘം പരിശോധന നടത്തിയെങ്കിലും മേരിക്കുട്ടിയെയും റെജിയെ സംബന്ധിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. പോലീസ് സംഘം അങ്ങനെ ഇരുട്ടിൽ തപ്പുമ്പോഴാണ് നാട്ടുകാരിൽ ചിലരുടെ ശ്രദ്ധ വീടിന്റെ പിൻഭാഗത്തുള്ള പട്ടിക്കൂടിന് സമീപത്തേക്ക് എത്തിയത്. പട്ടിക്കൂടിന് സമീപത്തായി നേരത്തെ ഒരു വളക്കുഴി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മണ്ണിട്ട് മൂടിയ നിലയിലാണ്. അതിനു മുകളിൽ ചെടികളൊക്കെ ഒരുപാട് വളർന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ചെടി നടുന്നതിന് വേണ്ടി വളക്കുഴി പൂർണ്ണമായും മൂടേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ എന്തിനാണ് വളക്കുഴി മൂടിയതെന്ന് നാട്ടുകാർക്ക് സംശയം തോന്നി. അതൊരു സംശയമായി നാട്ടുകാർ ഉന്നയിച്ചതും പോലീസുകാർ ആ ഭാഗമൊന്ന് കിളച്ചു നോക്കുന്നതിനുള്ള അനുമതി നൽകി. പോലീസിന്റെ നിർദ്ദേശം ലഭിച്ചതും ചില ജോലിക്കാർ ചേർന്ന് വളക്കുഴിയുടെ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്തു തുടങ്ങി. കുറച്ചധികം മണ്ണ് നീക്കം ചെയ്തപ്പോഴായിരുന്നു ജോലിക്കാരുടെ ഉറക്കെയുള്ള നിലവിളി ശബ്ദം പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവിടേക്ക് ഓടിയെത്തിയ പോലീസുകാർ കാണുന്നത് മണ്ണൽപ്പം മാറ്റിയ ഭാഗത്തു നിന്നും ജീൻസ് ഇട്ട ഒരു വ്യക്തിയുടെ കാലിന്റെ ഒരു ഭാഗം മണ്ണിന് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന കാഴ്ചയാണ്. വളക്കുഴിയുടെ ഭാഗത്തു നിന്നും ജീൻസ് ഇട്ട ഒരു കാൽപാദം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് തീർത്തും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. തുടർന്ന് ആ വളക്കുഴിയിലെ മണ്ണ് പൂർണ്ണമായും ജോലിക്കാർ നീക്കം ചെയ്തു തുടങ്ങി. വളക്കുഴിയിലെ മണ്ണ് മാറ്റിയിട്ടപ്പോൾ ശരിക്കും നാട്ടുകാരൊക്കെ വിറച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് അതിനുള്ളിൽ കണ്ടത്. ആ കുഴിക്കുള്ളിൽ 2 വ്യക്തികൾ ഞെങ്ങി ഞെരുങ്ങി കിടക്കുകയാണ്. ആ വ്യക്തികളുടെ ശരീരം പൂർണ്ണമായും അഴുകി തുടങ്ങിയിട്ടുണ്ട്. അതാരുടെ ഡെഡ് ബോഡിയാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ
ഡെഡ് ബോഡി അഴുകി തുടങ്ങിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം വളരെ പണിപ്പെട്ട് ആ 2 ഡെഡ് ബോഡിയും ആ കുഴിയിൽ നിന്ന് പുറത്തേക്കെടുത്ത് ഒരു ഷീറ്റിന് പുറത്തേക്ക് കിടത്തി. ആ 2 ഡെഡ് ബോഡികളും ഒടിച്ചു മടക്കിയ അവസ്ഥയിലാണ് കുഴിക്കുള്ളിൽ വെച്ചിരുന്നത്. ശരീരങ്ങൾ പൂർണ്ണമായും അഴുകി തുടങ്ങിയെങ്കിലും ആ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ കണ്ടപ്പോൾ തന്നെ സിനി നിലവിളിച്ച് കരഞ്ഞു തുടങ്ങി. അത് തന്റെ അമ്മയും സഹോദരനുമാണെന്ന് സിനി ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് മേരിക്കുട്ടിയുടെയും റെജിയുടെയും ബോഡികളാണെന്ന് നാട്ടുകാരുൾപ്പെടെ തിരിച്ചറിഞ്ഞു. മെഡിക്കൽ വിദഗ്ധരും വിരലടയാള വിദഗ്ധരും അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘവും വിശദമായ പരിശോധനയിലേക്ക് കടന്നു. കുഴിക്കുള്ളിൽ പരിശോധന നടത്തിയപ്പോൾ കുമ്മായം വളരെ കാര്യമായി ആ കുഴിക്കുള്ളിൽ വാരി വിതറിയിട്ടുണ്ടെന്ന് ഫോറൻസിക് സംഘത്തിന് വ്യക്തമായി. കുമ്മായം ഡെഡ് ബോഡികൾ അതിവേഗത്തിൽ ആ മണ്ണുമായി ലയിപ്പിക്കാൻ സാധ്യത കൂടുതലുള്ള വസ്തുവാണെന്ന് വിദഗ്ധർക്ക് മനസ്സിലായി. ആ വീട്ടിലെ ഇളയ മകനായ സജി തന്നെയാകാം കൃത്യത്തിന് പിന്നിലെന്ന് നാട്ടുകാരും പോലീസും വിലയിരുത്തി. അതുകൊണ്ടാകാം പോലീസിനെ കണ്ടപ്പോൾ തന്നെ സജി ഒരു ബാഗുമായി ഏലക്കാടിനുള്ളിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ കരുതുകയും ചെയ്തു. സജിയെ പിടികൂടുന്നതിനായി പോലീസ് സംഘം 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. ഏലക്കാടിനുള്ളിൽ പോലീസ് സംഘത്തിന് സഹായകമായി നാട്ടുകാരുടെ ഒരു തിരച്ചിൽ കൂടി ഉണ്ടായിരുന്നു. നാട്ടുകാരും പോലീസും ചേർന്ന് ഏലക്കാട് മുഴുവൻ അരിച്ചു പറക്കിയെങ്കിലും സജിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി പോലീസ് സംഘം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ആരംഭിച്ചു. നാട്ടുകാരും പോലീസുകാരും ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലുമൊക്കെ നടത്തിയെങ്കിലും ഒരു ദിവസം മുഴുവൻ തിരഞ്ഞെങ്കിലും സജിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാടിനുള്ളിലൂടെ നടന്ന് സജി റോഡിലെത്തി രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. റോഡിലൊക്കെ പോലീസ് സംഘത്തെ ഇതിനോടകം തന്നെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. തൊട്ടടുത്ത ദിവസവും തിരച്ചിൽ തുടർന്നു. ആ തിരച്ചിലിനൊടുവിൽ പോലീസ് സംഘത്തിന് ഒരു ബാഗ് കിട്ടി. കാടിനുള്ളിൽ നിന്നുമാണ് പോലീസ് സംഘത്തിന് ആ ബാഗ് കിട്ടിയിരിക്കുന്നത്. സജി ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുപോയ ബാഗാണത്. ബാഗ് കിട്ടിയ സാഹചര്യത്തിൽ സജി ആ പ്രദേശത്ത് തന്നെ ഉണ്ടായിരിക്കാമെന്ന് പോലീസ് സംഘം വിലയിരുത്തി. അതോടുകൂടി ആവേശമേറിയ ഒരു തിരച്ചിലാണ് പിന്നീട് നടന്നത്. തിരച്ചിൽ 3-ാം ദിവസം പിന്നിട്ടപ്പോഴായിരുന്നു ഒരു ചെറുപ്പക്കാരൻ കാടിന്റെ ഭാഗത്തു നിന്നും ഇറങ്ങി റോഡിലൂടെ സമീപത്തുള്ള ഒരു ചായക്കടയിലെത്തി തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടത്. അത് സജി തന്നെയാണെന്ന് അവിടെ കൂടി നിന്ന നാട്ടുകാർ മനസ്സിലാക്കുകയും ഉടൻ തന്നെ വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തു. എന്നാൽ സജി ഈ വിവരങ്ങളൊന്നും അറിയാതെ കടയിൽ കയറി തനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞതിന് ശേഷം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആഹാരമൊക്കെ കഴിച്ച് കടയ്ക്ക് പുറത്തേക്കിറങ്ങിയ സജിയെ വേഷം മാറിയെത്തിയ പോലീസ് സംഘം കൈയോടെ പിടികൂടുകയും ചെയ്തു. പോലീസ് സംഘം വളഞ്ഞിട്ട് പിടികൂടിയിട്ടും സജി ഓടാനോ ഒളിക്കാനോ ഒന്നും ശ്രമിച്ചില്ല. കാരണം 2 ദിവസം കാടിനുള്ളിൽ പട്ടിണി കിടന്നതുകൊണ്ട് തന്നെ സജിക്ക് അതിനുള്ള ആരോഗ്യമൊന്നുമില്ലായിരുന്നു. പിടി കൊടുത്തിട്ടാണെങ്കിലും ഭക്ഷണം കഴിക്കാനായിരുന്നു സജിയുടെ തീരുമാനവും. സജി പിടിയിലായി എന്നുള്ള വിവരം ഉടൻ തന്നെ ഫ്ലാഷ് ന്യൂസായി മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു തുടങ്ങി. സജിയെ പിടികൂടിയ പോലീസ് സംഘം സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. അധികം ബലം പിടിക്കാതെ തന്നെ സജി പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി. ഒരു വിവാഹം കഴിക്കണമെന്നുള്ളത് സജിയുടെ ഏറെ നാളായുള്ള ആഗ്രഹമായിരുന്നു. സജി ഉൾപ്പെടെ 4 സഹോദരങ്ങളാണ് കുടുംബത്തിലുള്ളത്. ഇളയ ഒരു പെങ്ങൾ മാത്രമാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. മൂത്ത സഹോദരനായ റെജി 54 വയസ്സ് പിന്നിട്ടിട്ടും വിവാഹം കഴിച്ചിട്ടില്ല. സജിയെ വിട്ട് വിവാഹം കഴിക്കാൻ മൂത്ത സഹോദരനായ റെജി അനുവദിക്കുന്നതുമില്ല. സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തി ബഹളമുണ്ടാക്കുകയും ഇളയ സഹോദരനായ സജിയെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന റെജി വിവാഹം കഴിക്കാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ സജിക്ക് വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹം അയാൾ മാതാവിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൂത്ത സഹോദരൻ വിവാഹം കഴിക്കാതെ നിൽക്കുമ്പോൾ ഇളയ സഹോദരന്റെ വിവാഹം നടത്തുന്നത് ശരിയല്ല എന്നുള്ള പക്ഷക്കാരിയാണ് സജിയുടെ അമ്മയായ മേരിക്കുട്ടി. റെജിയുടെയും മേരിക്കുട്ടിയുടെയും തീരുമാനം സജിക്ക് ആകെ വിഷമമുണ്ടാക്കി. ഇതിന്റെ പേരിൽ അവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകുന്നതും പതിവായി. ഒടുവിൽ റെജി വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും താൻ വിവാഹിതനാകാൻ പോവുകയാണെന്ന് തന്നെ സജി തീരുമാനിച്ചു. എന്നാൽ സജിയുടെ ആ തീരുമാനത്തെ റെജിയും അമ്മ മേരിക്കുട്ടിയും അതിശക്തമായി എതിർക്കുകയും ചെയ്തു. ഈ വഴക്കുകളൊക്കെ നടക്കുന്നതിനിടയിലായിരുന്നു മേരിക്കുട്ടിക്ക് ഒരു ഭാഗികമായ പക്ഷാഘാതം ഉണ്ടായത്. വീണുപോയ അമ്മയ്ക്ക് ഒരു കൈത്താങ്ങായി ഒരു സ്ത്രീ വീട്ടിലുള്ളത് നല്ലതാണെന്ന് സജിയുടെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ തന്നെ സജി തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി അമ്മയെയും സഹോദരനെയും ഒന്ന് വിരട്ടുന്നതിനു വേണ്ടി സജി ഒരു വിവാഹ ക്ഷണക്കത്ത് അച്ചടിക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ റെജി അനിയൻ സജിയുമായി വഴക്കുണ്ടാക്കുകയും സജി കഴിക്കാനെടുത്തു വെച്ച ഭക്ഷണം അയാളുടെ മുഖത്തേക്ക് തന്നെ റെജി വലിച്ചെറിയുകയും ചെയ്തു. തുടർന്ന് സഹോദരങ്ങൾ തമ്മിൽ വലിയ വഴക്കുണ്ടാവുകയും സജി റെജിയെ നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. ഈ കാഴ്ച കണ്ടുകൊണ്ട് മേരിക്കുട്ടി അടുക്കളയിൽ നിന്നും ഓടിയെത്തിയിരുന്നു. എന്നാൽ സജിയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും സജി മേരിക്കുട്ടിയുടെ കവിളിലേക്ക് ആഞ്ഞടിക്കുകയും ചെയ്തു. അതുവരെയുണ്ടായിരുന്ന ദേഷ്യം മുഴുവൻ സജി ആ നിമിഷത്തിൽ തന്നെ സഹോദരനോടും അമ്മയോടും തീർക്കുകയും ചെയ്തു. മേരിക്കുട്ടി വീണ്ടും സജിയെ പിടിച്ചു മാറ്റാൻ ശ്രമം നടത്തിയപ്പോഴായിരുന്നു ദേഷ്യം വന്ന സജി മേരിക്കുട്ടിയുടെ തല പിടിച്ച് ഭിത്തിയിലേക്ക് ആഞ്ഞിടിച്ചത്. തല അതിശക്തമായി ഭിത്തിയിലിടിച്ചതിനെ തുടർന്ന് മേരിക്കുട്ടി ആ നിമിഷത്തിൽ തന്നെ അവസാനിക്കുകയും ചെയ്തു. തന്റെ അമ്മ മേരിക്കുട്ടിക്ക് വീഴ്ചയിൽ എന്തോ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കിയ സജി
അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തിയെങ്കിലും അവർ മരിച്ചു എന്ന് സജിക്ക് ഉറപ്പായി. ഈ സമയത്തായിരുന്നു തറയിൽ കിടന്നിരുന്ന റെജി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് സജിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ദേഷ്യം വന്ന സജി അവിടെ ഉണ്ടായിരുന്ന ഒരു തോർത്തുപയോഗിച്ച് റെജിയുടെ കഴുത്തിലേക്ക് വരിഞ്ഞു മുറുക്കുകയും റെജിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ റെജിയും മരണപ്പെട്ടു എന്ന് സജിക്ക് വ്യക്തമായി. എന്ത് ചെയ്യണമെന്നറിയാതെ സജി അല്പസമയം അവിടെ ആലോചിച്ചിരിക്കുകയും ചെയ്തു. ആരെങ്കിലും വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി വരികയാണെങ്കിൽ ആ ഡെഡ് ബോഡികൾ കാണണ്ട എന്ന് കരുതി അമ്മയുടെയും സഹോദരന്റെയും മൃതദേഹങ്ങൾ അവിടെ ഉണ്ടായിരുന്ന കട്ടിലിന്റെ അടിഭാഗത്തേക്ക് റെജി വലിച്ചു നീക്കിയിടുകയും ചെയ്തു. സമയം അതിവേഗം കടന്നു പോവുകയാണ്. മേരിക്കുട്ടിയെയും റെജിയെയും ഒക്കെ അറിയുന്ന ആളുകൾ അയൽപക്കത്തുണ്ട്. അയൽവാസികൾ റെജിയെയും അമ്മയെയും തിരക്കാൻ സാധ്യതയുണ്ടെന്ന് സജിക്ക് നന്നായി അറിയാം. അയൽവാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഒന്നും സംഭവിക്കാത്തതുപോലെ തന്നെ സജി വീടിന് പുറത്തിറങ്ങി പല ജോലികളും ചെയ്തു തുടങ്ങി. ആ മൃതദേഹങ്ങൾ എന്ത് ചെയ്യണമെന്ന് അപ്പോഴും സജിക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ആ 2 മൃതദേഹങ്ങളും സജി ബാത്റൂമിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടു. ബാത്റൂമിനുള്ളിലേക്ക് ആരും കാണാതെ തന്നെ ഡെഡ് ബോഡികൾ കയറ്റിയിട്ട ശേഷം ഒരു പച്ച നെറ്റ് ഉപയോഗിച്ച് ആ 2 മൃതദേഹങ്ങളും മൂടിയിടുകയും ചെയ്തു. ആ ഡെഡ് ബോഡികൾ എന്ത് ചെയ്യണമെന്ന് സജി കാര്യമായി തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2 ദിവസം കടന്നുപോയി. കുഴിച്ചിടുക തന്നെയാണ് മാർഗമെന്ന് അയാൾ ഉറപ്പിച്ചു. അങ്ങനെ കുഴിച്ചിടുകയാണെങ്കിൽ തന്നെ നാട്ടുകാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ സാധ്യതയുണ്ട്. മൃതദേഹം അഴുകുന്ന സാഹചര്യത്തിൽ ദുർഗന്ധം പുറത്തേക്ക് വമിക്കാനും സാധ്യതയുണ്ട്. തുടർന്ന് ഡെഡ് ബോഡികൾ എവിടെ മറവ് ചെയ്യണമെന്ന് ആലോചിക്കുന്നതിനിടയിലായിരുന്നു വീടിന്റെ പിൻഭാഗത്തുള്ള വളക്കുഴി സജിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാതെ തന്നെ വളക്കുഴി ഒരൽപ്പം വലുതാക്കി ആ വളക്കുഴിക്കുള്ളിലേക്ക് സജി കുമ്മായം വാരി വിതറി. അതിനുശേഷം ആ കുഴിയിലേക്ക് ഡെഡ് ബോഡികൾ തള്ളിയിടുകയും ആ ഡെഡ് ബോഡികൾക്ക് മുകളിലായി കുമ്മായം അധികത്തിൽ വാരിയിടുകയും ചെയ്തു. ഡെഡ് ബോഡി അഴുകുന്നതിനും ഗന്ധം പുറത്തേക്ക് വരാതിരിക്കുന്നതിനും കുമ്മായം സഹായിക്കുമെന്നുള്ളത് പല ആളുകളിൽ നിന്നും സജി അറിഞ്ഞിട്ടുള്ള ഒരു അറിവാണ്. കുമ്മായമൊക്കെ ഇട്ട ശേഷം കുഴി നന്നായി മൂടുകയും അതിനു മുകളിൽ ചെടി നടുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസങ്ങളിൽ അയൽവാസികളൊക്കെ മേരിക്കുട്ടിയെ തിരക്കിയെങ്കിലും മേരിക്കുട്ടിയും സഹോദരനും തന്റെ വിവാഹം ക്ഷണിക്കുന്നതിനായി ടൗണിലേക്ക് പോയിരിക്കുകയാണെന്ന് സജി ആളുകളോടൊക്കെ പറയുകയും ചെയ്തു. ഇതിനിടയിൽ മേരിക്കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഓട്ടോറിക്ഷ ഡ്രൈവർ 2 തവണ അവരുടെ വീട്ടിലേക്കും വന്നിരുന്നു. ചേട്ടനും അമ്മയും തന്റെ വിവാഹം ക്ഷണിക്കുന്നതിനായി ടൗണിലേക്ക് പോയിരിക്കുകയാണെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറോട് സജി പറയുകയും ചെയ്തു. എത്ര മറച്ചുവെക്കാൻ ശ്രമിച്ചാലും അമ്മയെയും സഹോദരനെയും നാട്ടുകാർ തിരക്കുമെന്നുള്ള കാര്യം സജിക്ക് ഉറപ്പായിരുന്നു. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടി സജി ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കി. തന്റെ വിവാഹം നടക്കാൻ പോകുന്നു എന്ന് കാണിച്ചുകൊണ്ട് സജി കുറച്ചധികം കല്യാണക്കുറികൾ പ്രിന്റ് ചെയ്തു. ക്ഷണക്കത്ത് സജി പല വീടുകളിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്തു. ആ സമയത്തൊക്കെ മേരിക്കുട്ടിയെയും റെജിയെയും കുറിച്ച് ആളുകൾ തിരക്കിയപ്പോഴൊക്കെ കല്യാണം വിളിയുടെ ഭാഗമായി അവർ തമിഴ്നാട്ടിലേക്കും ടൗണിലേക്കുമൊക്കെ പോയിരിക്കുകയാണെന്ന് സജി ആളുകളോട് കള്ളം പറയുകയും ചെയ്തു. കല്യാണത്തിന്റെ തീയതി അടുത്തു വരുന്നു എന്ന് മനസ്സിലാക്കിയ സജി വേഗം തന്നെ കല്യാണം ഒരാഴ്ച കൂടി മുൻപോട്ട് നീക്കിവെച്ചു എന്ന് ആളുകളെ അറിയിച്ചു. ഇതിനിടയിലായിരുന്നു സജിയുടെ പ്ലാനുകളെല്ലാം പൊളിച്ചുകൊണ്ട് സഹോദരിയായ സിനി നെടുങ്കണ്ടത്തുള്ള വീട്ടിലേക്ക് എത്തിയത്. സംശയം തോന്നിയ സിനി അക്കാര്യങ്ങളൊക്കെ തന്റെ ഭർത്താവിനെ അറിയിക്കുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയുമായിരുന്നു. അപകടം നേരത്തെ തന്നെ മുൻകൂട്ടി മണത്ത സജി നേരത്തെ തന്നെ വീട്ടിൽ ഒരു ബാഗ് തയ്യാറാക്കി വെച്ചിരുന്നു. പോലീസുകാർ വീട്ടിലേക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയ സമയത്തായിരുന്നു ആ ബാഗുമായി സജി ഏലക്കാട്ടിലൂടെ കടന്നു കളഞ്ഞത്. സജി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. സജിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് സംഘം അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിനായി ആ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. സജി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട നാട്ടുകാർക്ക് ചില സംശയങ്ങൾ തോന്നി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ ഒരു ദുരൂഹ സാഹചര്യത്തിലായിരുന്നു സജിയുടെ പിതാവ് മാത്യൂസിനെ കാണാതെയായത്. സുഖമില്ലാത്ത ഇളയ സഹോദരിക്ക് മരുന്ന് വാങ്ങുന്നതിനായി മാത്യൂസ് പുറത്തേക്ക് പോയതാണ്. പിന്നീട് അയാളെ ആരും കണ്ടിട്ടേയില്ല. ആദ്യമൊക്കെ രാഷ്ട്രീയത്തിലായിരുന്ന മാത്യൂസ് പിന്നീട് ഒരു സുവിശേഷകനായി മാറിയിരുന്നു. സുവിശേഷകനായി മാറിയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പോയി അയാൾ മാസങ്ങളോളം കഴിഞ്ഞാണ് മടങ്ങി വരാറുള്ളത്. അങ്ങനെ മാത്യൂസ് എവിടേക്കെങ്കിലും പോയിരിക്കുകയാണെന്ന് വീട്ടുകാർ കരുതിയിരുന്നെങ്കിലും ഏതാനും നാളുകൾക്ക് മുൻപാണ് പിതാവ് മാത്യൂസിനെ കാണാനില്ല എന്നുള്ള പരാതി സജി തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി നൽകിയത്. മാത്യൂസിന്റെ തിരോധാനത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഇപ്പോൾ ഉയരുകയാണ്. ഒരുപക്ഷെ സജി തന്നെയാണോ മാത്യൂസിന്റെ തിരോധാനത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ സംശയം. മാത്യൂസിനെയും ഒരുപക്ഷെ സജി കൊലപ്പെടുത്തിയതായിരിക്കുമോ എന്നുള്ള സംശയം പോലീസുകാർക്ക് കൂടി തോന്നിയതോടെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം JCB ഉപയോഗിച്ച് ആ പറമ്പ് മുഴുവൻ കിളച്ചുമറിച്ചു തുടങ്ങി. JCB ഉപയോഗിച്ച് പറമ്പ് മുഴുവൻ കിളച്ചുമറിക്കുന്നതിനിടയിലായിരുന്നു ഒരു എല്ലിൻ കഷ്ണം ആ പറമ്പിൽ നിന്ന് പോലീസ് സംഘത്തിന് കിട്ടിയത്. എല്ല് കിട്ടിയതോടുകൂടി നാട്ടുകാർക്കും ആവേശമായി. എന്നാൽ നാട്ടുകാരുടെയും പോലീസിന്റെയും ആവേശത്തെ തല്ലിക്കെടുത്തുന്ന റിപ്പോർട്ടായിരുന്നു ഫോറൻസിക് സംഘത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നത്. ആ എല്ലിൻ കഷ്ണം ഒരു മനുഷ്യന്റേതല്ല. എന്നാൽ ആ കുഴിയിൽ നിന്നും എല്ലിൻ കഷ്ണത്തോടൊപ്പം മറ്റു ചില ഭാഗങ്ങൾ കൂടി പോലീസ് സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തിരുവനന്തപുരത്തെ റീജിയണൽ ലാബിൽ ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ആ കുഴിയിൽ നിന്ന് ലഭിച്ച മണ്ണും പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ മൃതദേഹങ്ങൾ ലഭിച്ച കുഴിയിൽ നിന്നുള്ള മണ്ണുകൂടി പരിശോധനയ്ക്ക് എടുത്തിരിക്കുകയാണ്. DNA പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ ആ ഡെഡ് ബോഡികൾ റെജിയുടേതും മേരിയുടേതുമാണെന്ന് തെളിഞ്ഞെങ്കിൽ മാത്രമേ കൊല്ലപ്പെട്ടത് അവരാണെന്ന് പറയാൻ കഴിയൂ. DNA റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് റെജിയും മേരിക്കുട്ടിയും തന്നെയാണെന്ന് തെളിഞ്ഞു.
എന്നാൽ മാത്യു കൊല്ലപ്പെട്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. കേസിന്റെ വിചാരണ ഇപ്പോൾ കോടതിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. മാത്യുവിന്റെ കേസ് മറ്റൊരു കേസായി തന്നെ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് പോലീസ് സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കൊല്ലപ്പെട്ട റെജിയുടെയും മേരിയുടെയും കേസ് ഒരൊറ്റ കേസായി പരിഗണിക്കും. അതിന്റെ കൂട്ടത്തിൽ മാത്യുവിന്റെ കേസ് കൂടി പരിഗണിക്കുന്ന സാഹചര്യമുണ്ടായാൽ മാത്യുവിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിചാരണ വീണ്ടും നീണ്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് മാത്യുവിന്റെ കേസ് മറ്റൊരു കേസായി അന്വേഷിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിവേഗത്തിൽ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതിനുള്ള തിടുക്കത്തിലാണ് പോലീസ് സംഘം. വിചാരണ വൈകാതെ തന്നെ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ മാതാവിനെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിൽ സജിക്ക് കോടതി വിധിക്കുന്ന ശിക്ഷ എന്താണെന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണാം.